എത്ര പെഗ് അല്ലെങ്കിൽ എത്ര ബിയർ നമുക്ക് സേഫായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ആൽക്കഹോളിൻ്റെ അളവൊന്ന് പറഞ്ഞു തരുമോ ഡോക്ടറെ? ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെയും കമൻറ്റായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ലളിതമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സേഫായിട്ട് എത്ര എലിവേഷൻ കഴിക്കാവോ അത്രയും മദ്യപിക്കുകയും ചെയ്യാം. ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റമിക് പോയിസണാണ് ഞാൻ പറയുകയാണെങ്കിൽ. അതായത് നമ്മുടെ ശരീരത്തിൽ ഇന്നതെന്നില്ലാതെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. തലച്ചോറ് തൊട്ട് നിങ്ങളുടെ നഖങ്ങളെ വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖം എന്ന് തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഉൽപ്പന്നം. അതുകൊണ്ട് അതിനൊരു സേഫ് ലിമിറ്റ് ഇല്ല. നമ്മളീ പറയുന്ന സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അതായത് വല്ലപ്പോഴും കഴിക്കുക, ഒക്കേഷണലി കഴിക്കുക, കല്യാണത്തിന് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കമ്പനി ആകുമ്പോൾ കഴിക്കുക, വർഷത്തിലൊരിക്കൽ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കഴിക്കുക, അതൊന്നും സേഫ് അല്ല. ഈവൻ എ ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു യുവർ ഹെൽത്ത്. അതുകൊണ്ട് ആൽക്കഹോളിന് സേഫ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. പിന്നെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിട്ട് മദ്യപിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ഒരു അഡ്വൈസോ മെഡിക്കൽ അഡ്വൈസോ ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾ കേട്ടത് തെറ്റിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ ഡോക്ടർ തമാശയ്ക്ക് പറഞ്ഞതാവാം. അല്ലാതെ സേഫ് ആൽക്കഹോൾ ഡ്രിങ്കിങ് എന്നൊരു സാധനമില്ല. ആൽക്കഹോൾ ഈസ് ഏതളവിലും ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണ്.